ഹലോ. നമുക്കൊക്കെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ, ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത്തരം വലിയൊരു ലക്ഷ്യങ്ങൾ നമ്മുടെ കൈകളിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമൊന്നും ആയിരിക്കില്ല. എങ്കിലും അത്രയും സംഭവങ്ങളെയൊക്കെ അതിജീവിച്ച് ആ ഒരു ലക്ഷ്യങ്ങൾ നമ്മളെ കൈകളിൽ അങ്ങ് എത്തിച്ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അല്ലേ. എന്താണെന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുവെച്ചാൽ ഈ ബ്രൗണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സംഭവം പറയേണ്ട ഒരു ആവശ്യം എന്താണ്? ഉണ്ടോ? എൻ്റെ ലൈഫിൽ ഞാൻ ഈ ബ്രൗണി കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം കേട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത്. എനിക്ക് 2 ബ്രൗണി കേക്കിൻ്റെ ഓർഡറാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് 4 എണ്ണമാണ്. സാധാരണ ഞാൻ ബ്രൗണി കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മെഷർമെൻറ്റ് ചെയ്തിട്ടാണ് എടുക്കൽ. 1 ഗ്രാം പോലും അതിൽ ഞാൻ വ്യത്യാസം വരുത്താറില്ല. പക്ഷേ കേക്ക് ഒന്നും കൂടി റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു റിച്ച് ആയിട്ടുള്ള ഒന്നും കൂടി ഞാൻ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ബ്രാൻഡിൻ്റെ കൊക്കോ പൗഡർ വാങ്ങിച്ചു. അപ്പം അതാണ് ഞാൻ ഈ ബ്രൗണി കേക്കിൽ ഉണ്ടാക്കിയത്. ബ്രൗണി കേക്കിൽ ഞാൻ യൂസ് ചെയ്തത് 1-ാം തവണയും 2-ാം തവണയും അതിനെ യൂസ് ചെയ്തത്. പക്ഷേ ബ്രൗണി എന്തോ പൊടിഞ്ഞു പോവുക, അത് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിതിൽ ചേഞ്ച് വരുത്തിയത് കൊക്കോ പൗഡർ ആണല്ലോ, അപ്പോൾ അതിനെ തന്നെ അങ്ങ് മാറ്റിയാൽ എന്തായാലും എനിക്ക് കേക്ക് ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ 3-ാം തവണ ഞാൻ എൻ്റെ പാവം കൊക്കോ പൗഡറിനെ എടുത്തിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ. സംഭവം പെർഫെക്റ്റായി. എങ്കിലും എനിക്കിതിൻ്റെ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് കിട്ടോളം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ അറ്റ്ലാസ്റ്റ് ആ കസ്റ്റമറിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.